തൃശൂരിൽ ഇത്തവണ തീപാറുന്ന പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ അപ്രതീക്ഷിത വിജയം സൃഷ്ടിച്ച ഓളങ്ങൾ തൃശൂരിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളെ അടിമുടി മാറ്റിമറിച്ചിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സ്വാധീനം വോട്ടായി മാറുമോ എന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് മൂന്ന് മുന്നണികളും. ഓരോ മണ്ഡലത്തിലും ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തിക്കൊണ്ട് പിടിച്ചെടുക്കലുകളുടെയും നിലനിർത്തലുകളുടെയും ഒരു വലിയ അംഗത്തിനാണ് തൃശൂർ വേദിയാകുന്നത്. തൃശൂരിലെ രാഷ്ട്രീയം ആർക്കൊപ്പം നിൽക്കും? നമുക്ക് നോക്കാം. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ BJPയുടെ തൃശൂർ വിജയം ഒരു നിർണായക വഴിത്തിരിവ് തന്നെയായിരുന്നു. പതിറ്റാണ്ടുകളായി LDFും UDFും മാറി മാറി ഭരിക്കുന്ന കേരളത്തിന്റെ ഇരുമ്പുകോട്ടയിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞു എന്നത് ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടമാണ്. എന്നാൽ ഈ ലോക്സഭാ വിജയം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതിഫലിക്കുമെന്നത് ആഴത്തിലുള്ള ഒരു രാഷ്ട്രീയ വിശകലനം ആവശ്യപ്പെടുന്ന ഒന്നാണ്. തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയം കേവലം ഒരു രാഷ്ട്രീയ വിജയം എന്നതിലുപരി ഒരു വ്യക്തിഗത സ്വാധീനം കൂടിയായിരുന്നു എന്നതാണ് നമ്മൾ ഇതിൽ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സിനിമാ താരം എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജനപ്രീതിയും ജാതിമത സമവാക്യങ്ങൾക്ക് അതീതമായി വോട്ടർമാരെ സ്വാധീനിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചതും ഈ വിജയത്തിൽ വലിയ പങ്ക് വഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ അല്പം കൂടി സങ്കീർണമാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സുരേഷ് ഗോപിയെ പോലെ ശക്തരായ ജനകീയ അടിത്തറയുള്ള സ്ഥാനാർത്ഥികളെ കണ്ടെത്തുക എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ ദേശീയ രാഷ്ട്രീയത്തിനും മോദി സർക്കാരിന്റെ തുടർച്ചയ്ക്ക് മുൻഗണന നൽകുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങളും ഭരണവിരുദ്ധ വികാരവും സ്ഥാനാർത്ഥികളുടെ പ്രാദേശിക സ്വാധീനവുമാണ് പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുക. തൃശൂർ വിജയത്തിന് പിന്നാലെ കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകളിൽ ഉണ്ടായ മാറ്റം ശ്രദ്ധേയമാണ്. വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ വോട്ടുകൾക്ക് പുറമെ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയും കൂടിയാണ് BJPയുടെ വോട്ട് വീതം വർദ്ധിപ്പിച്ചത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വിഭാഗങ്ങളെ എത്രത്തോളം ഒപ്പം നിർത്താൻ കഴിയുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും താമര വിരിയാനുള്ള സാധ്യത. എന്നാൽ കേരളത്തിന്റെ സവിശേഷമായ മതനിരപേക്ഷ സ്വഭാവവും ഇടത് വലത് മുന്നണികളുടെ ശക്തമായ അടിത്തറയും മറികടക്കുക എന്നത് എളുപ്പമല്ല. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നത് UDFനെയാണോ LDFനെയാണോ കൂടുതൽ ബാധിക്കുക എന്നത് നിർണായകമാണ്. പല മണ്ഡലങ്ങളിലും BJP പിടിക്കുന്ന വോട്ടുകൾ കേരളത്തിലെ പരമ്പരാഗത രാഷ്ട്രീയ സമവാക്യങ്ങളെ അട്ടിമറിക്കാൻ ശേഷിയുള്ളതാണ്. ശക്തമായ ഒരു നേതൃത്വത്തിന്റെ അഭാവവും വിഭാഗീയതയും കേരളത്തിലെ BJP നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളാണ്. തൃശൂരിലെ വിജയം അണികളിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അത് സംസ്ഥാന വ്യാപകമായി വോട്ടായി മാറ്റാൻ സംഘടനാപരമായ വലിയ മാറ്റങ്ങൾ ആവശ്യമാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10-15 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ BJPക്ക് സാധിച്ചേക്കാം. എന്നാൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ ഇനിയും ബഹുദൂരം സഞ്ചരിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ സുരേഷ് ഗോപിയുടെ വിജയം BJPക്ക് കേരളത്തിൽ ഒരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് നൽകുന്നുണ്ടെങ്കിലും നിയമസഭയിൽ അത് വലിയൊരു മാറ്റത്തിന് വഴിവെക്കണമെങ്കിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളും കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളും അനിവാര്യമാണ്. തൃശൂരിലെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ അത് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ത്രികോണ സ്വഭാവം കൈവരിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. പരമ്പരാഗതമായി കോൺഗ്രസിനും CPIക്കും വലിയ സ്വാധീനമുള്ള മണ്ണായിരുന്നു തൃശൂർ. എന്നാൽ സുരേഷ് ഗോപിയുടെ വിജയത്തോടെ BJP എവിടെ ഒരു മൂന്നാം ശക്തിയായി എന്നതിലുപരി നിർണായകമായ 1ാം സ്ഥാനത്തേക്ക് എത്തിയതാണ് നിലവിലെ മാറ്റം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തൃശൂർ അവരുടെ ഉറച്ച കോട്ടകളിൽ ഒന്നായിരുന്നു. K കരുണാകരന്റെ രാഷ്ട്രീയ തട്ടകമായിരുന്ന ഇവിടെ I ഗ്രൂപ്പിനും A ഗ്രൂപ്പിനും ശക്തമായ അടിത്തറയുണ്ട്. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു. ക്രൈസ്തവ വോട്ടുകളിലും തീരദേശ വോട്ടുകളിലും കോൺഗ്രസിനുണ്ടായിരുന്ന ഏകപക്ഷീയമായ സ്വാധീനത്തിൽ വലിയ വിള്ളൽ വീണിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മണ്ഡലവും പരിസര പ്രദേശങ്ങളും തിരിച്ചു പിടിക്കുക എന്നത് കോൺഗ്രസിന് അഭിമാന പ്രശ്നം കൂടിയാണ്. ശക്തമായ ഒരു പ്രാദേശിക നേതൃത്വത്തെ മുൻനിർത്തി വോട്ടർമാരെ തിരികെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് പ്രത്യേകിച്ച് CPIക്ക് തൃശൂർ ഒരു വൈകാരിക കേന്ദ്രമാണ്. CPIയുടെ സംസ്ഥാനത്തെ തന്നെ ഏറ്റവും ശക്തമായ സംഘടനാ സംവിധാനമുള്ള ജില്ലകളിൽ ഒന്നാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VS സുനിൽകുമാറിനെ പോലെയുള്ള ഒരു ജനകീയ നേതാവിനെ ഇറക്കിയിട്ടും പരാജയപ്പെട്ടത് ഇടതുമുന്നണിയെ വലിയ രീതിയിൽ ചിന്തിപ്പിക്കുന്നുണ്ട്. തങ്ങളുടെ ഉറച്ച വോട്ടുകൾ BJPയിലേക്ക് ചോർന്നോ എന്നതാണ് അവർ നേരിടുന്ന പ്രധാന ചോദ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വോട്ടുകൾ തിരികെ എത്തിക്കാനായില്ലെങ്കിൽ അത് LDFന് വലിയ ഭീഷണിയാകും. പ്രത്യേകിച്ച് തൃശൂർ നഗരസഭയിലും പരിസരത്തെ പഞ്ചായത്തുകളിലും ഭരണം കൈയാളുന്ന ഇടതുപക്ഷത്തിന് ഈ വോട്ട് ചോർച്ച തടയുക എന്നത് നിലനിൽപ്പിന്റെ പ്രശ്നം കൂടിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം തൃശൂർ ഇപ്പോൾ അവരുടെ ഗുജറാത്ത് മോഡൽ പരീക്ഷണശാലയാണ്. സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവം വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞത് അവർക്ക് വലിയൊരു ആത്മവിശ്വാസം നൽകുന്നുണ്ട്.
നായർ സർവീസ് സൊസൈറ്റിയുടെയും വിവിധ ക്രൈസ്തവ സഭകളുടെയും പിന്തുണ ഉറപ്പാക്കാൻ കഴിഞ്ഞത് BJPക്ക് ഗുണകരമായി. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിലും തൃശൂർ ജില്ലയിലെ ചുരുങ്ങിയത് 3 സീറ്റുകളിലെങ്കിലും, അതായത് തൃശൂർ, നാട്ടിക, പുതുക്കാട് പോലെയുള്ളവ ജയസാധ്യതയുണ്ടെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. എന്നാൽ സുരേഷ് ഗോപി എന്ന ഘടകം മാറ്റി നിർത്തിയാൽ ഇതേ വോട്ട് വിഹിതം നിലനിർത്താൻ BJPക്ക് കഴിയുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ചുരുക്കി പറഞ്ഞാൽ തൃശൂരിലെ രാഷ്ട്രീയ ചിത്രം ഇപ്പോൾ സന്തുലിതാവസ്ഥയിലല്ല. കോൺഗ്രസിന്റെ തകർച്ച BJPക്ക് വളമാകുന്നു എന്ന രാഷ്ട്രീയ നിരീക്ഷണം നിലനിൽക്കുമ്പോൾ തന്നെ ഇടതുപക്ഷം തങ്ങളുടെ കേഡർ വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് മത്സരത്തെ കടുപ്പിക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ തൃശൂരിലെ വോട്ടർമാർ ഒരു വ്യക്തിക്കോ അതോ ഒരു പ്രത്യയശാസ്ത്രത്തിനോ മുൻഗണന നൽകുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും കേരള രാഷ്ട്രീയത്തിന്റെ ഭാവി. തൃശൂരിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ അറിയണമെങ്കിൽ അവിടുത്തെ പോരാട്ടം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. തൃശൂർ നിയമസഭാ മണ്ഡലത്തിലാണ് ഏറ്റവും ശക്തമായ പോരാട്ടം നടക്കുന്നത്. BJP ഇവിടെ പത്മജ വേണുഗോപാലിനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. കോൺഗ്രസ് വിട്ട് BJPയിൽ ചേർന്ന പത്മജയ്ക്ക് K കരുണാകരന്റെ മകൾ എന്ന നിലയിലുള്ള സ്വാധീനവും സുരേഷ് ഗോപിയുടെ വിജയലഹരിയും ഗുണം ചെയ്യുമെന്ന് NDA കരുതുന്നു. എന്നാൽ ഇടതുമുന്നണി ഇത്തവണ അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് നടത്തിയത്. സിറ്റിംഗ് MLA P ബാലചന്ദ്രന് പകരം സാംസ്കാരിക നായകനും കവിയുമായ ആലങ്കോട് ലീലാകൃഷ്ണനെയാണ് LDF മത്സരിപ്പിക്കുന്നത്. തൃശൂരിന്റെ സാംസ്കാരിക പൈതൃകത്തിന് ലീലാകൃഷ്ണന്റെ വ്യക്തിത്വം അനുയോജ്യമാണെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ. UDF ആകട്ടെ മുൻ മേയറും ജനകീയനുമായ രാജൻ പല്ലനെയാണ് നിയോഗിച്ചിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിലെ ഭരണപരിചയവും പ്രാദേശിക ബന്ധങ്ങളും അദ്ദേഹത്തിന് അനുകൂല ഘടകങ്ങളാണ്. 2021 വെറും 946 വോട്ടുകൾക്ക് P ബാലചന്ദ്രൻ ജയിച്ച ഈ മണ്ഡലത്തിൽ ഇത്തവണ വോട്ട് വിഹിതം എങ്ങോട്ട് മറിയുമെന്നത് നിർണായകമാണ്. മറ്റ് പ്രധാന മണ്ഡലങ്ങൾ എടുത്താൽ നാട്ടികയിൽ ഇത്തവണ ശക്തമായ ത്രികോണ പോരാട്ടത്തിന് സാധ്യതയുണ്ട്. CPIയുടെ ഉറച്ച കോട്ടയായ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റം നടത്തിയിരുന്നു. അഡ്വക്കേറ്റ് സുനിൽ ലാലൂരാണ് UDF സ്ഥാനാർത്ഥി. മണലൂരിൽ മുൻ MP TN പ്രതാപൻ UDFനായി മത്സരിക്കുമ്പോൾ അത് മണ്ഡലത്തിന്റെ രാഷ്ട്രീയ ഗതി മാറ്റാൻ സാധ്യതയുണ്ട്. പ്രതാപന്റെ വ്യക്തിപരമായ സ്വാധീനം കോൺഗ്രസിന് നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാൻ സഹായിച്ചേക്കാം. ഒല്ലൂരിൽ അഡ്വക്കേറ്റ് ഷാജി J കോടംകണ്ടത്താണ് UDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് MLAമാരുടെ ഭരണവിരുദ്ധ വികാരം മറികടക്കാൻ LDFന് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടി വരും. സുരേഷ് ഗോപി ഘടകം ഇപ്പോഴും തൃശൂരിലെ വോട്ടർമാർക്കിടയിൽ ചർച്ചാ വിഷയമാണ്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ട ആവേശം നിയമസഭയിലേക്ക് പകർന്നു നൽകാൻ പത്മജ വേണുഗോപാലിന് കഴിയുമോ എന്നത് BJP നേരിടുന്ന ഒരു വലിയ ചോദ്യമാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തൃശൂർ കോർപ്പറേഷനിൽ വലിയ മുന്നേറ്റം നടത്താൻ കഴിയാഞ്ഞത് സുരേഷ് ഗോപി വേവ് കുറയുന്നു എന്നതിന് തെളിവായി പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എങ്കിലും ക്രൈസ്തവ വോട്ടുകളിലെ BJPയുടെ കടന്നുകയറ്റം തടയുക എന്നത് UDFനും LDFനും ഒരുപോലെ വെല്ലുവിളിയാണ്. ചുരുക്കി പറഞ്ഞാൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ വേണുഗോപാൽ, ആലങ്കോട് ലീലാകൃഷ്ണൻ, രാജൻ പല്ലൻ എന്നിവർ തമ്മിലുള്ള പോരാട്ടം കേരളം ഉറ്റുനോക്കുന്ന ഒന്നായിരിക്കും. ഭരണവിരുദ്ധ വികാരം, സ്ഥാനാർത്ഥികളുടെ ജനപ്രീതി, മതസാമുദായിക ഘടകങ്ങൾ എന്നിവയാകും ഈ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുക. BJPക്ക് തൃശൂർ വഴി നിയമസഭയിലേക്ക് ഒരു കവാടം തുറക്കാൻ കഴിയുമോ അതോ ഇടത് വലത് മുന്നണികൾ തങ്ങളുടെ ആധിപത്യം തിരിച്ചു പിടിക്കുമോ എന്നത് മെയ് 4 ഫലം വ്യക്തമാക്കും. വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. നമുക്ക് മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.